ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആലിയാസ് ഡെയിലി ഡോസസ്. കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതുപോലെ ഞാൻ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ലോഗ് ആയിട്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസർ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഈ ഒരു കൺസീലർ ആൻഡ് കറക്റ്ററാണ്. രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പാലറ്റാണ്. ഞാനപ്പോൾ കുറച്ച് കൺസീലർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. കാരണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും ഞാനൊന്ന് പറയുന്നുള്ളൂ. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് ഇത് നല്ലതായിരിക്കും, സർക്കിൾസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്. കുറച്ചിത് കണ്ണിൻ്റെ അടിയിലേക്ക് അപ്ലൈ ചെയ്യും. 15 minutes later. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നൈക്കയുടെ ഫൗണ്ടേഷനാണ്. മാറ്റി ടു ലാസ്റ്റ് ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ ഓയിൽ കൺട്രോൾ ആക്ഷൻ ഉള്ളൊരു അടിപൊളി ഒരു ഫൗണ്ടേഷനാണ്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. കയ്യിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം.
ഫൗണ്ടേഷൻ എടുത്ത് ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴും നെക്കിൽ കുറച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐബ്രോ പെൻസിലാണ്. ഇത് കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ചിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഓക്കെ, അപ്പോൾ ഐബ്രോസൊക്കെ നമ്മൾ വരച്ചു കൊടുത്തു. നെക്സ്റ്റ് ഞാനൊരു ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നൈക്കയുടെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ തന്നെ ബ്രഷസ് ഒക്കെ വരുന്നുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാം. One eternity later. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐലൈനറാണ്. ഇത് ഞാൻ എൻ്റെ ഒരു നൈക്കയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫ്രീ കിട്ടിയ ഐലൈനറാണ് കേട്ടോ. സ്കെച്ച് പെൻ ഐലൈനറാണ് ഇത് വരുന്നത്. സ്കെച്ചാണ് കണ്ടില്ലേ, ടിപ്പ് ഇങ്ങനെയാണ് വരുന്നത്. 2 hours later. ഇതാ ഞാനിവിടെ കണ്ണൊക്കെ എഴുതിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ ഫസ്റ്റ് ലിപ് ഗ്ലോസ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്ലൈ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, നൈക്കയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാനപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ കാണാം. ബൈ.
പഴംപൊരി ഗൈസ്, പഴംപൊരി എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ബ്ലൂബെറിയുടെ ജ്യൂസാണ് ഗൈസ്. ബ്ലൂബെറിയും പിന്നെ കുറേ ഷുഗർ, മിൻറ്റ്, ഗ്രീൻ അതൊക്കെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഔട്ടിങ്ങൊക്കെ പോയിട്ട് വന്നു. എന്തായാലും ഞാൻ നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീയും അതുപോലെ തന്നെ നമ്മുടെ ഔട്ടിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ